മെഡിക്കൽ കോളേജിൽ വേണ്ടത്ര ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ ഡോക്ടറുടെ ആ വാക്കുകൾ വലിയ വൈറലായി കേരളം ഏറ്റെടുത്തു. ആരോഗ്യമന്ത്രിക്ക് വൻ ക്ഷീണമാണ് ഉണ്ടാക്കിയത്. അത് ബ്യൂറോക്രസിയുടെ മുകളിൽ കെട്ടിവെക്കാനുള്ള ശ്രമമൊന്നും നടന്നില്ല. ഡോക്ടർ ജെന്യുവനായിട്ട് തന്നെയാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളിലേക്ക് പോകുന്നു. മുഖ്യമന്ത്രിയൊക്കെ അത് വളരെ കൃത്യമായി അതിനെക്കുറിച്ചുള്ള മറുപടി പറഞ്ഞു, പഴയ ചരിത്രമൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഏത് തരത്തിലായിരിക്കും ഇത്തരത്തിൽ ആരോഗ്യമേഖലയുടെ പ്രവർത്തനങ്ങൾ? ആരോഗ്യമേഖലയിൽ ഇപ്പോൾ ഡോക്ടർ ഹാരിസ് പറഞ്ഞ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യമേഖലയിൽ സംഭവിച്ച യഥാർത്ഥ വിഷയങ്ങൾ കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതെ, നമ്മളുടെ ഒരു ആശുപത്രിയും ഇന്ന് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും അധികാര കേന്ദ്രത്തിലല്ല ഇപ്പൊ പ്രവർത്തിക്കുന്നത്. പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സ് വരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലാണ്. മെഡിക്കൽ കോളേജ് മാത്രമാണ് സർക്കാരിന്റെ കൺട്രോളിലുള്ളത്. എന്ന് പറഞ്ഞാൽ ആശുപത്രി വികസന സമിതികളാണ് യഥാർത്ഥത്തിൽ ആശുപത്രിയുടെ വികസനത്തെക്കുറിച്ചും അതിൻ്റെ ഫണ്ടിങ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ തീരുമാനിക്കാനുള്ള അവകാശമുള്ളത്. ഒരു ആശുപത്രി വികസന സമിതി ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് കാലത്തെ സർക്കാരുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ വെച്ചാണ്. അല്ലാണ്ട് മറ്റൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും അതിനില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യ മേഖലയിൽ നിന്ന് സർക്കാർ പിന്മാറിയതാണ്. അത് ഈ സർക്കാർ മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതായത് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യ മേഖലയിൽ നിന്ന് പരിപൂർണമായും, അതായത് ഒരു സേവനവും ലാഭകരമല്ലാത്ത അത് നടത്താൻ പാടില്ല എന്ന തീരുമാനം കേന്ദ്ര സർക്കാരിനുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഈ OP ടിക്കറ്റ് ചാർജ് ഏർപ്പെടുത്തുന്ന കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അന്നത് അവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു. പിന്നെ ഈ OP ടിക്കറ്റ് ചാർജും ഇന്നിപ്പോൾ എല്ലാ സർക്കാർ ആശുപത്രികളിലും എല്ലാ സേവനങ്ങൾക്കും മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് വ്യത്യസ്തമായ കുറഞ്ഞ നിരക്കിലാണെങ്കിൽ പോലും ഒരു തുക വാങ്ങിക്കുന്നുണ്ട്. ആ തുകയിൽ നിന്നാണ് ഈ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതും ഡോക്ടേഴ്സ് അല്ലാത്ത ഇപ്പോൾ ക്ലീനിങ് സ്റ്റാഫ് അതുപോലുള്ള ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്നത്. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ സർക്കാരും കേരളത്തിലെ ജനപ്രതിനിധികളും പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയ വീക്ഷണമുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ P. രാജീവിനെ പോലുള്ള ആളുകളെ സംബന്ധിച്ച്, അദ്ദേഹം രാജ്യസഭാ മെമ്പറായിരുന്ന സമയത്ത്, ഇന്നിപ്പോൾ ഞാൻ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നമുക്ക് ഏത് ചികിത്സയ്ക്കും നമുക്ക് പോകാനായിട്ട് സാധിക്കും. പണ്ട് ഈ ജനറൽ ആശുപത്രികളിലേക്ക് കയറാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ തീരെ നിവൃത്തിയില്ലാത്ത ആൾക്കാർ മാത്രമേ ജനറൽ ആശുപത്രിയിലേക്ക് പോകുള്ളൂ. ശിവകുമാറിന്റെ കാലത്താണ്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ആശുപത്രി നവീകരണോ അല്ലെങ്കിൽ ക്ലീനിങ് സംബന്ധമായ അല്ല, ഞാൻ എറണാകുളം ജനറൽ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറയാം, ഇന്ന് എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ സ്വകാര്യ ആശുപത്രികളുള്ളത്. ആ ഏത് സ്വകാര്യ ആശുപത്രികളെക്കാളും മെച്ചപ്പെട്ട നിലയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉപകരണങ്ങളും ഇപ്പോൾ അവിടെ ഹൃദയ ശസ്ത്രക്രിയ അടക്കം നടന്നിരിക്കാം. അപ്പോൾ അത് ഈ എറണാകുളത്തുള്ള മറ്റ് സ്വകാര്യ ആശുപത്രികളെ തട്ടിച്ചു നോക്കുന്ന സമയത്ത് ആർക്കും, അതായത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മൾക്ക് എറണാകുളം ജനറൽ ആശുപത്രി പോയി നമുക്ക് ചികിത്സ തരാം. പരിപൂർണമായും വിദഗ്ധ ചികിത്സ വേണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജുകളിലേക്ക് പോകുന്നത്. മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇത് നിരവധി ആളുകൾ റെഫർ ചെയ്യപ്പെട്ട് മെഡിക്കൽ കോളേജുകളിലേക്ക് എത്തുകയാണ്. അപ്പം അവിടെ കുറേയും കൂടിയും സീരിയസ് ആയിട്ട് സർക്കാരിൻ്റെ ഫണ്ട് അവിടേക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പം ഇവിടെയാണ് ഒന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ലാഭകരമാക്കണം എന്ന് പറയുന്നിടത്താണ് പ്രശ്നം വരുന്നത്. സർക്കാർ ഇതിന് കൂടുതൽ ബജറ്റിൽ വിഹിതം ഏർപ്പെടുത്തുകയല്ലാതെ വേറെ ഒരു വഴിയും ഇതിനില്ല. ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ ഞാൻ പറയാം, കെ ശൈലജയൊക്കെ ആരോഗ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലൊന്നും ഇത്തരം പരാതികൾ വന്നിരുന്നില്ല. അന്ന് കോവിഡ് കാലം ഉണ്ടായിരുന്നു, ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു, ആശുപത്രികൾ കൂടുതലായി ഉപയോഗിക്കേണ്ട സമയമുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള പരാതികൾ വന്നില്ല. ഇത് മന്ത്രിയുടെ ഭാഗത്തെ വീഴ്ചയായി തന്നെ കണക്കാക്കിക്കൂടെ? ഇത് അങ്ങനെ ഒരു മന്ത്രി ഒരു മെഡിക്കൽ കോളേജിലെ മാത്രം കാര്യം നോക്കേണ്ട ആളല്ലല്ലോ. എനിക്ക് പർട്ടിക്കുലർലി ഞാൻ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പക്ഷത്ത് പറയല്ല. ഹാരിസ് എന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞത് ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. CPM അനുഭാവി അല്ല, അത് ആൾ ഏത് അനുഭാവിയാണെങ്കിലും അയാൾ ഒരു ന്യൂനത ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. സർക്കാർ അതിനെ പോസിറ്റീവായിട്ട് എടുത്താൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മളുടെ ആരോഗ്യ മേഖലയിൽ പ്രൈവറ്റ് ആശുപത്രികൾ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് ഈ ഉപകരണങ്ങളുടെ വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ശസ്ത്രക്രിയകളെല്ലാം ചെയ്യുന്നത് AI ആണ്. ആ നിലയിലടക്കം ലോകത്തെ ആരോഗ്യ മേഖല വികസിക്കുകയും
ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളെല്ലാം തന്നെ അത്തരത്തിലുള്ള അവർക്ക് നല്ല ഡോക്ടർമാരുണ്ട് സ്വകാര്യ ആശുപത്രിയിൽ ഇല്ല. പക്ഷെ നമ്മുടെ ജനറൽ ആശുപത്രികളിൽ അല്ലെങ്കിൽ സർക്കാർ ഡോക്ടർമാരെന്ന് പറഞ്ഞത് നമ്മുടെ മന്ത്രിമാർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വന്നാൽ അമേരിക്കയിൽ തന്നെ പോകാറുണ്ട്. അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാന്ന് ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ ഇവിടെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരാണ്. കാരണം അവർ ഒരു ദിവസം പരിശോധിക്കുന്ന രോഗികളുടെ എണ്ണം ഏറ്റവും മിനിമം 100 ആണ്. എന്ന് പറഞ്ഞാല് ഞാനൊരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ അനുഭവം പറയാം. എൻ്റെ അമ്മയുടെ കാലിന് നീര് വന്നിട്ട് ഞാനിവിടെ പോകാത്ത സ്വകാര്യ ആശുപത്രികളില്ല, ഒരു തരത്തിലും പരിഹരിക്കപ്പെട്ടില്ല. പക്ഷെ ഒരു സർക്കാർ ആശുപത്രിയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ പോയി സംസാരിച്ച് ഈ കാര്യം ചെയ്തിട്ട് അദ്ദേഹം വെറും 50 പൈസയുടെ ഒരു ഗുളിക തന്നു. ആ ഗുളിക കഴിച്ച് അമ്മയുടെ കാലിന്റെ നീരും പറ്റി. കാരണം അത് എക്സ്പീരിയൻസ് ആണ്, മനസ്സിലായി. അപ്പൊ അത്ര എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാർക്ക് ഇന്ന് സാങ്കേതിക വിദ്യയിലും അതുപോലെ തന്നെ ഈ ഇൻസ്ട്രുമെന്റ്സിലും വന്നിരിക്കുന്ന ആരോഗ്യ മേഖലയിലുള്ള വികാസത്തെ സർക്കാർ അഡ്രസ് ചെയ്യണം. അത് അഡ്രസ് ചെയ്യണമെങ്കിൽ നയത്തിന്റെ ഒരു പ്രശ്നമുണ്ട് ഇതില്. കൂടുതൽ ഫണ്ട് ആരോഗ്യ മേഖലയിലേക്ക് മാറ്റണം. ഞാൻ പറയുന്നത് ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഡോക്ടർ ഇവിടെ ഇത് പരിഹരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ വലിയ പ്രശ്നങ്ങൾ ഞാൻ പറയാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ കൈ മാറി ശസ്ത്രക്രിയ ചെയ്തു അല്ലെ. ആ വിഷയത്തിൽ വലിയ പുകിലുണ്ടായി. അദ്ദേഹം എന്താ പറഞ്ഞേ? അതെനിക്ക് സംഭവിച്ചു പോയൊരു തെറ്റാണ്, ഞാൻ അവർക്ക് അതിനൊരു കോമ്പൻസേഷൻ കൊടുക്കാൻ തയ്യാറാണ്. മെഡിക്കൽ നെഗ്ലിജൻസ് എന്താ കാരണം? 50 ശസ്ത്രക്രിയ ഒരാൾ ഒരു ദിവസം ചെയ്യുന്നത്. 51ാമത്തെ ശസ്ത്രക്രിയയിൽ നേഴ്സുമാര് അവര് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞ കൈ തെറ്റിപ്പോയി. അദ്ദേഹത്തിന് ബോധമില്ലാതെ ഇരുന്ന് അത് ചെയ്യേണ്ട അവസ്ഥയാണ്. അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാര്. ഇനി രോഗികളെ സംബന്ധിച്ചോ നിലത്ത് പായ വിരിച്ച് കിടക്കേണ്ട അവസ്ഥ. അത്ര അധികം ആളുകൾ അവിടെ എത്തുകയാണ്. ഈ ഡോക്ടർമാർക്ക് പ്രത്യേകിച്ച് ന്യൂറോ എന്ന് പറയുന്നത് വലിയ രീതിയിൽ അവരെ കാണാനായിട്ട് രാവും പകലില്ലാത്ത ആൾക്കാർ. ഹാരിസ് തന്നെ 12 മണിക്കും 1 മണിക്കും അദ്ദേഹത്തിന് കൊത്തിക്കൊണ്ടുപോകാൻ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഉള്ള എത്രയോ ഹോസ്പിറ്റലുകൾ ഉണ്ടാവും. ആ ഡെഡിക്കേഷനിൽ അയാൾ അവിടെ നിൽക്കുകയാണ്. ആ ഡെഡിക്കേഷനിൽ അയാൾ അവിടെ നിൽക്കുമ്പോൾ ആവശ്യത്തിനൊരു ഉപകരണം പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ട് തന്നില്ല എങ്കിൽ സ്വാഭാവികമായും അയാൾക്ക് ഉണ്ടാവുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. ആ അസ്വസ്ഥതയ്ക്ക് സർക്കാർ എന്ത് ചെയ്യണമായിരുന്നു? സർക്കാർ ആദ്യത്തെ ദിവസം വീണ ജോർജ് പറഞ്ഞു വളരെ ശരിയാണ്. കാരണം അങ്ങനത്തെ ചില ഡെഫിഷ്യൻസികളുണ്ട്, ഞങ്ങൾ പരിഹരിക്കും. ഹാരിസ് എന്ന് പറയുന്ന നല്ല ഡോക്ടറാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ, ആ വിമർശനം. ഈ CPM ഇപ്പൊ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്താണെന്നറിയാമോ? ഒരു വിമർശനത്തിനെയും അംഗീകരിക്കില്ല എന്നുള്ളതാണ്. ഞങ്ങളെല്ലാം പെർഫെക്റ്റ് ആണെന്നാണ്. അത് പാടില്ല. ഇവിടെ ഒരു വിമർശനം ഒരു ഡോക്ടർ പറഞ്ഞു, ശരിയാണ്, ഞങ്ങൾ അത് പരിശോധിക്കാം, ഇതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇത് വീണ ജോർജ് പറഞ്ഞ ആ കാര്യം അത് അങ്ങനെ പറഞ്ഞപ്പോ അതവിടെ തീരേണ്ടതാണ്. പക്ഷെ പിറ്റേ ദിവസം ആളുകൾ ഏറ്റെടുത്ത് ഹാരിസിനെ മോശമാക്കാൻ ശ്രമിച്ചതും പിന്നെ ആശുപത്രികളെല്ലാം പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞതുമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് കൂടി അവർ പറയണം. CPM-നെ സംബന്ധിച്ച് തന്നെ അനലൈസ് ചെയ്യണം. ഈ ആരോഗ്യ മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഫണ്ടില്ല. ഈ വിഷയം പോലും പറയാൻ അവർക്ക് കഴിയാതെ ഞങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞതിലാണ് തെറ്റ്. അങ്ങനെ ഇന്നത്തെ എന്നല്ല ഒരു ആരോഗ്യ മേഖല. ഇപ്പൊ നമ്മൾ പറയുന്ന ഇവര് ചികിത്സിക്കാൻ പോയി അമേരിക്കയിൽ ആരോഗ്യ മേഖല പെർഫെക്റ്റ് ആണോ? ഇംഗ്ലണ്ടിൽ പെർഫെക്റ്റ് ആണോ? എത്ര ആളുകൾ കോവിഡ് സമയത്ത് ചത്തുപോയി? അല്ല, ചത്തു എന്ന് തന്നെ ഞാൻ പറഞ്ഞത്. കാരണം വെറും മൃഗങ്ങളെ പോലെ, നമ്മളൊക്കെ മൃഗങ്ങളാണ്. അപ്പൊ ആ മൃഗങ്ങളെ പോലെ ചത്തുപോയി അവിടെ. കാരണം അവിടെ ഇൻഷുറൻസ് ഇല്ലാത്ത ആളുകൾക്ക് ചികിത്സ കിട്ടിയില്ല. പക്ഷെ കേരളത്തിൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ. കേരളത്തിൽ വളരെ മികച്ച സംവിധാനം അതിലുണ്ടായിരുന്നു. അപ്പൊ കേരളം തന്നെയാണ് മികച്ചതെന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. പക്ഷെ അപ്പോഴും നമ്മളൊരു വിഷയത്തെ സമീപിക്കുന്ന രീതിയാണ് വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മൾക്ക് കഴിയണം. എങ്കിലേ ആ വിമർശനങ്ങളെ തിരുത്തി നല്ല ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സർക്കാരിന് കഴിയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.